നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ നേതാക്കൾ വിദൂരഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആദർശപരവും സംഘടനാപരവുമായ ചില നന്മകൾ മുമ്പിൽ കണ്ടാകില്ലേ ഇപ്പോഴത്തെ ചില നിലപാടുകൾ സ്വീകരിക്കുന്നത്? അവരെ നമുക്ക് വെറുതെ വിട്ടുകൂടെ? 1000 പള്ളി മെമ്പറിനേക്കാൾ ഉത്തമം 10,000 മെമ്പറുകൾ അല്ലേ? അവരെ നമ്മൾ വെറുതെ വിട്ടിരിക്കുന്നു, ഒന്നും കാട്ടാൻ പോകുന്നില്ല. അവരവരുടെ പാട്ടിന് പോട്ടെ. പക്ഷെ നമ്മളെ അവരാണ് വെറുതെ വിടേണ്ടത്, നമ്മൾ അവരെ അല്ല. നമ്മൾ ഐക്യത്തിൻ്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നതിനാ? നമ്മളൊരു ഐക്യത്തിൻ്റെ ശത്രുക്കളല്ലേ? ഐക്യം ഖുർആൻ അനുസരിച്ചാവണം. ഖുർആൻ ഇല്ലാത്ത ഐക്യം കൊണ്ട് ശാപമാണ്. അപ്പോൾ അവർ നമ്മളെ ശപിക്കുന്നു, അവരുടെ ശാപം നമുക്ക് കേൾക്കില്ല, പക്ഷെ അള്ളാൻ്റെ ശാപം നമുക്ക് കേൾക്കും. കാരണം നിങ്ങൾ നോക്കായിരുന്നോ, ഇന്ന് ലോകം ഐക്യത്തിൻ്റെ പേരിലാണ് ഇന്ന് മുസ്ലിം ലോകം ഏറ്റവും വലിയ അനുഭവം അനുഭവിക്കുന്നത്. ആരാണ് ഐക്യറ്റ് വന്നറിയാമോ? വലിയ ഐക്യറ്റ് വന്നു ജമാൽ അബ്ദുൽ നാസർ ഈജിപ്തിൽ. ഫാറൂഖ് രാജാവിനെ പുറത്താക്കി. നജീബാണ് വിപ്ലവം നടത്തിയത്. പക്ഷെ നജീബിനെ അധികം താമസിക്കാതെ വേഗം ജമാൽ അബ്ദുൽ നാസർ പുറത്താക്കിയിട്ട് അദ്ദേഹം നമുക്ക് അറബികൾ ഒന്നായിട്ട് ഐക്യപ്പെടണം, സോഷ്യലിസത്തിൻ്റെ ആയാലും അറബി ദേശത്തിൻ്റെ പേരായാലും നമ്മൾ ഒന്നായിട്ട് ഐക്യപ്പെടണം, നമ്മൾ ഐക്യപ്പെട്ടാൽ ഇസ്രായേലിൻ്റെ ഭൂപടത്തിൽ നമുക്ക് തുടച്ചു മാറ്റാം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. നമ്മൾ ഐക്യപ്പെടണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ ഐക്യത്തിന് തടസ്സമാണ് ഈ ഖുർആനായിട്ട് നടക്കുന്ന സയ്യിദ് കുത്തുബ് എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൊന്നു. കാരണം ഒരു ഐക്യത്തിന് ഖുർആൻ പറഞ്ഞുകൊണ്ട് ഐക്യത്തിന് തടസ്സമായി എന്ന് പറഞ്ഞിട്ട് സയ്യിദ് കുത്തുബിനെയൊക്കെ സയ്യിദ് കുത്തുബായിട്ട് നമ്മൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈജിപ്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നല്ല. പക്ഷേ ആ സയ്യിദ് കുത്തുബിൻ്റെ ഒരുപാട് അഭിപ്രായങ്ങൾ അമാനി മൗലവി തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സയ്യിദ് കുത്തുബിനെയൊക്കെ ജമാൽ അബ്ദുൽ നാസർ കൊന്നു, ഐക്യത്തിന് വേണ്ടിയാണ് കൊന്നത്. എന്നിട്ട് ഐക്യത്തിന് വേണ്ടി കൊടുത്തിട്ട് ഐക്യത്തിന് അവാർഡ് കൊടുത്തു ജമാൽ അബ്ദുൽ നാസർ. കാരണം നമ്മൾ ഒന്നായിട്ട് ഐക്യപ്പെട്ടാൽ ഈജിപ്തിൻ്റെ ഭൂപടത്തിന് തുടച്ചു നോക്കാമെന്നാണ്. എന്നിട്ട് അന്ന് കവിയെ കൊണ്ട് പാട്ട് പാടിച്ചു. ഒരു കവി പാട്ട് പാടിയെന്നറിയാമോ? സലാമുൻ അലാ കുഫ്രിൻ യുവഹീദു ബൈനന അഹ്ലം വസഹ്ലം ബഅദഹു ബി ജഹന്നമീൻ. നമ്മൾ ഒന്നായിട്ട് കാഫിറായിട്ടാണ് ഐക്യമുണ്ടാണെങ്കിൽ കാഫിറാകുക, അതാണ് പറഞ്ഞത്. സലാമുൻ അലാ കുഫ്രിൻ യുവഹീദു ബൈനന. കുഫറാണ് നമ്മളെ ഐക്യപ്പെടുന്നതെങ്കിൽ ആ കുഫറിന് സ്വാഗതം, ആ കുഫറിന് സലാം. അഹ്ലം വസഹ്ലം ബഅദഹു ബി ജഹന്നമീൻ. അതിനുശേഷം നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നിച്ചു പോകാം നമുക്ക് നരകത്തിൽ. ആ നരകത്തിന് സ്വാഗതം. ഇതായിരുന്നു ജമാൽ അബ്ദുൽ നാസറിൻ്റെ ഐക്യം. ആ ഐക്യം അവസാനം എന്തുണ്ടായെന്നറിയാമോ നിങ്ങൾക്ക്? ഇസ്രായേലർ ഒന്നായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോഴേ ഒന്നായിട്ടുണ്ട് ആക്രമിച്ചു ഈജിപ്ത്. ഒരൊറ്റ വിമാനം എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയില്ല. കാരണം 8 മണിക്ക് അതിന് ജമാൽ അബ്ദുൽ നാസറിൻ്റെ ശേഷം വന്ന അടുത്ത പ്രസിഡൻ്റ് അത് അയാളുടെ ആത്മകഥയിൽ എഴുതി, ഞങ്ങൾ ഒന്നായിട്ട് 8 മണിക്ക് നാസ്തേക്കാൻ പോയി. ആ സമയത്ത് റഡാറിൽ ശത്രു വിമാനം വരുന്നുണ്ടോയെന്ന് നോക്കാനും കൂടി ആളുണ്ടായില്ല. അതുകൊണ്ട് ഒന്നായിട്ട് കരയായിരുന്നു ജമാൽ അബ്ദുൽ നാസർ. 67 അന്ന് ഇസ്രായേലിൻ്റെ കയ്യിൽപ്പെട്ട ഗസ പോലെയുള്ള ഭൂമിയാണ് വീണ്ടെടുക്കാൻ ഇപ്പോഴും പലസ്തീന് നിർമ്മിക്കുന്നത്. ആ 67 കാരണം എന്തേ? ഐക്യം എന്ന് പറഞ്ഞിട്ട്. ഐക്യം ഖുർആൻ കൈവിട്ട് ഐക്യം പറ്റില്ല. നിങ്ങൾ നോക്കായിരുന്ന ഖുർആൻ ജമാൽ അബ്ദുൽ നാസർ സ്വീകരിക്കുകയെങ്കിൽ 8 മണിക്ക് നാസ്തേക്കാൻ പോകില്ല. കാരണം ശത്രുപക്ഷത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിലും ആയുധം വെക്കരുതെന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുന്നു നമ്മൾ. അങ്ങനത്തെ ഒരു ഗ്രന്ഥം എവിടെ ഉണ്ടാകുക? നിങ്ങൾ നിസ്കരിക്കാൻ പോവുകയാണെങ്കിലും കൂടിയും ആയുധം വെക്കാൻ പാടില്ല. അവർ നിങ്ങൾ ആയുധം വെക്കണം നോക്കി നിൽക്കുകയാണെന്ന് ഖുർആൻ അങ്ങനെ വരികൾ പറഞ്ഞുതരാം. ആ ഖുർആൻ സ്വീകരിക്കുന്ന ആൾക്ക് ഇവിടെ നടന്നു നോക്കാതില്ല 8 മണിക്ക് തിന്നാൻ പോകാൻ പറ്റുമോ? പക്ഷെ അതൊക്കെ ഖുർആൻ കൈയഴിച്ചുള്ള ശാപമാണ്. അപ്പോൾ ഖുർആൻ കൈയഴിച്ചൊരു ഐക്യം പ്രായോഗികമാവില്ല, അത് അള്ളാഹിൻ്റെ ശാപം ഉണ്ടാവുള്ളൂ. ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഐക്യപ്പെടാം. എന്നിട്ട് ഖുർആൻ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ അങ്ങോട്ടുള്ളത് ഖുർആനെതിരായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മാറ്റണം, അവരുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. അതല്ലാതെ ഖുർആൻ കൈയൊഴിച്ചുകൊണ്ട് ഐക്യം എന്ന് പറഞ്ഞാൽ ആ ഐക്യം ശാപമായിരിക്കും. അനുഭവമാണ് ചരിത്രം. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.